ചിറക്കാള വരുന്നേ, ഓ ചിറക്കാള വരുന്നേ, ഓ ചിറവേലു വരുന്നേ. പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഓ ചിറക്കാള വരുന്നേ, ഓ ചിറവേലു വരുന്നേ. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ല, പിന്നെ നിങ്ങൾ എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടറുടെ നിയമം. ഗുഡ്. അപ്പൊ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ അത് നിന്ന് നിപ്പി കമ്പൗണ്ടറായി. കുത്തിവെപ്പ് ഈ നാട്ടിലെ ഏത് കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടിന് മാത്രമുള്ളതാ. അയ്യടാ, ആദ്യം ഈ നാശത്തിൽ ഒന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്റടിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ച തണ്ടേണ്ടി വരും. ഏതവൻ വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞില് മണ്ണിട്ടോ ഭസ്മോക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടെത്തും. കൊച്ചു ഡോക്ടർ. വണ്ടി നിർത്ത്. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. പണി കണ്ടെക്കരുത്. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി. ഇതെന്താണ് ബാറിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോ BP കൂടിയ? ഇത് BP ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയില്ലേ? ഇനി അവനീ മണ്ണി കാലൂത്തൂല. വാ എന്നെ പിടിക്കാണ്ട് തുണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാല് അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ തുറക്ക്. തുറന്നു. തന്റെ ഈ കാളവാ തുറക്കാനല്ലേ പറഞ്ഞത്? വാതില് തുറക്കാൻ. വാതില് തുറക്കരുത്. തുറക്കരുതെന്നാ? ഇവന്താ പൗഡറൊക്കെ ഇട്ട് ഇന്നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണാ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അതെന്റെ മുറിയാടാ. രാത്രിയിലുള്ള നിന്റെ ചമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ. ഏത് കാലത്ത് വാഴക്കുഴി പ്രസന്നയോ അതോ റീനയോ? ായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ? എടാ കണ്ണീർ ചോരയില്ലാത്തവനെ, ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ പറ്റും. ഇപ്പൊ കിട്ടിയില്ലേ? ആ കാല് കണ്ട നല്ല ഏളം പൈക്കിടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്ന് കണ്ടോട്ടെ. ഇത് അയ്യോ അമ്പടി കള്ളിപ്പശു. എടാ പശുല, ശിശുല, ഇത് പശു അല്ലടാ കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ? എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പും വിടി നീ സുഖിച്ചേർന്ന് ഉറങ്ങാണല്ലേ? ആരോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം. ചുമ്മാതല്ലോ, കൃത്യമായി വീതം പറഞ്ഞ് വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല, ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ? ഈ വീടിന്റെ എഗ്രിമെന്റ് എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കുന്ന തീരുമാനിക്കുന്നത് ഞാനാ. ഓസിന് പുറപ്പിക്കുന്നോ പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തണോ? എടാ പ്രഭുദേവാ, എടാ നിന്നെടാ. ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറക്കുന്ന വൈദ്യനാണല്ലേ? അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസെമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചെന്നറിഞ്ഞാ തന്റെ സിറിഞ്ചിയാൻ ഉടച്ചളിയും. ഈ ഓച്ചിറ വേലു ആരാണെന്ന് എനിക്കറിയോ? കാണിച്ചതാ. എന്തൊരു കാറ്റ്, എന്തൊരുറപ്പ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? 1 or 2 പ്രാവശ്യം കൈ അബദ്ധം പറ്റി 5 or 6 പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു. ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വീട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്തൊരു ചേർച്ച! ഇപ്പഴാ തിരിച്ചറിഞ്ഞത്. ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്താ ജാസിഗിത്തിന്റെ പാട്ട് പാടും?
എന്താടാ ഇത്? യാസഗിത്തിന്റെ പാട്ട. എന്താണോ ആ കാല് എന്തിന് കാല് പിടിച്ച് മാപ്പ് പറയാനാ. മനുഷ്യരോട് ടെൻഷൻ അടിച്ച് അടുക്കുമ്പോൾ അയാളുടെ ഓടോ മാറി. സാറേ, കാക്ക വിളിച്ചാൽ കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ചാൽ ഡോക്ടർ ആകൂല, എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ മാറ്റമില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണയിടാം. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടർ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം. ചന്ദ്രപ്പൻ അച്ഛനെ എന്റെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചു പോയില്ലടാ. സാറേ, എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മളിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലടി. രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ, അമ്മിനിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്ക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും സഹിക്കണോ? സഹിക്കോ മാറിക്കണോ? തന്റെ ഈ ഓഞ്ഞ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമരമുറയിലൂടെ ഞാൻ നേടിയെടുക്കും. മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. സഹാക്കളെ, വിദേശ ബീജ കുത്തകകളെ ഒറ്റപ്പെടുത്തുക, നാടുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം MLA-യുടെ വീട്ടുപടിക്കല് കുട്ടന്റെ നേതൃത്വത്തില് ഒച്ചിറ വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ 2ാം ദിവസമാണ്. പണ്ട് മഹാകവി പ്ലീ പാടി വിദ്യായന്തിനു മർത്യനു വിത്തുകാളകൈവശമാവുകിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ, അല്ലെ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളയേക്കാൾ ഭയാനകമായിരിക്കും. ഓർക്കുക വല്ലപ്പോഴും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളിയും. ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓടണേ? അച്ചമ്മേ, ശരിയാക്കി തരണ്ട. എവിടെയാണ് നിന്റെ ഭൂമിക ചേച്ചി? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒന്ന് കാണാൻ. ആരെ? അല്ല, ഇതുങ്ങളൊക്കെ ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്താന്ന് മനസ്സിലായി. അല്ല, എന്ത് ധൈര്യത്തില് താൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ഇളയച്ചൻ ഇവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൃത്യമായി പറഞ്ഞാൽ MLA-യും പരിവാരങ്ങളും ഇപ്പോ തഹസീൽദാരുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, വേഗം സ്ഥലം വിടാൻ നോക്ക്. താൻ എല്ലാം കേൾക്കണം, എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. അതെ, ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി. അതൊന്ന് നേരി പറയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താനെന്താ ഇവിടുന്ന് മോഷ്ടിച്ച്? തന്റെ ഹൃദയം. എന്റെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ആ വൈദ്യുതി ഇപ്പൊ ഇവിടെ വന്നത്. MLA-യുടെ സ്ഥാനത്ത് നിന്നും അച്ഛമ്മ ഇപ്പോൾ തീർപ്പുണ്ടെങ്കിൽ തന്നെ അവൻ എവിടെ? മതിലിയാടി പോണുണ്ട്. മതിലിയാടിയൊന്നു വരണടാ. കണ്ണിപ്പെട്ട തന്റെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല. എങ്ങോട്ടെങ്കിലും പോയി ഒളിക്ക്. എങ്കിൽ പുള്ളിക്കാരോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ആ ഡോക്ടർ ചെക്കനെ കണ്ടോ നീ? ഞാൻ കണ്ടില്ല. അവന്റെ പാണ്ഡം. അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നതെന്നറിയണമല്ലോ. പാടോ. അവൻ കേട്ടോ,
വേദന ഒന്നും എടുക്കില്ല കേട്ടോ. സാരമില്ല. അയ്യോ അയ്യേ വൃത്തികെട്ടവന് കാണിക്കണ്ടില്ലേ ബാലപീഡനം. ആഹാ, ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ? എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? മൃഗ ഡോക്ടർ ആണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഒരു കിടാവിനാണ് മൂക്കേറ് കെട്ടിയത്. മിണ്ടാപ്രാണിയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതിന് താൻ എന്തിനാ മതിലിയാടിയ? ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ദേ ഈ കരിങ്കണ്ണൻ എന്നെ നോക്കി പിടിച്ചു. അയ്യോ അച്ഛമ്മ ഇയാള് കള്ളം പറയാ. മിണ്ടരുത്. ഇനി ഈ വേഷവും കെട്ടി MLA കാണാനാണെന്നും പറഞ്ഞ് ഈ വീട്ടു പരിസരത്ത് കണ്ടുപോകരുത്.